ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാന്റെ സമ്മതം നോക്ക്. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ വന്നു. ഖിതാൽ ഉൾക്കൊള്ളുന്ന ജിഹാദ് ചെയ്യാനാണ് വരവ്. ഖിതാൽ ഉൾക്കൊള്ളുന്ന ജിഹാദ് ചെയ്യാനാണ് വരവ്. റസൂലുള്ള ചോദിച്ചു, നിന്റെ മാതാപിതാക്കളുണ്ടോ? വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഉണ്ട് റസൂലേ, എന്റെ ഉമ്മ കരയുകയാണ്, എന്റെ ബാപ്പ കരയുകയാണ്, ഇനി അവർക്ക് സംരക്ഷണത്തിനാളില്ലല്ലോ, ഞാനിവിടെ യുദ്ധത്തിന് വരികയാണല്ലോ. റസൂലുള്ള പറയുന്നു, നീ യുദ്ധം ചെയ്തോ എന്നല്ല. റസൂലുള്ള പറയുകയാണ്, മടങ്ങിപ്പോയിക്കോ, നിന്റെ ഉമ്മയുടെ അടുത്തേക്ക് പോയിക്കോ, നിന്റെ ബാപ്പയുടെ അടുത്തേക്ക് പോയിക്കോ, നിന്റെ ബാപ്പയുടെ സമീപത്തേക്ക് പോ, നിന്റെ ഉമ്മയുടെ സമീപത്തേക്ക് പോ, നിന്റെ ഉമ്മാന്റെ അടുത്താണ് നിന്റെ സ്വർഗം. അവിടെ ജിഹാദ് ചെയ്യ്, മാതാപിതാക്കളോട് ജിഹാദ് ചെയ്യ്, മാതാപിതാക്കളുടെ കാര്യത്തിൽ ജിഹാദ് ചെയ്യ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ പണ്ടത്തിൽ കത്തികേറ്റലല്ല, ഉമ്മാനെ സംരക്ഷിക്കലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആയുധമേന്തിയ യുദ്ധത്തിൽ നിന്ന് സ്വന്തം മകനെ മടക്കി അയച്ച റസൂല്, അന്യായം മടക്കി അയച്ച റസൂല്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അബ്ദുൽ ജബ്ബാറിന്റെ ബാപ്പയെ പോലീസ് ഇന്റർവ്യൂ നടത്തി. ആ ബാപ്പ ചോദിക്കുന്നു, ഇവിടെ പോലീസുകാർ കയറി നിറങ്ങുന്നു, പത്രക്കാരും കയറി നിരങ്ങുന്നു, നാട്ടുകാരെന്നെ പരിഹസിക്കുന്നു. മോനെ, ഇതിന് മാത്രം നിന്റെ ബാപ്പ എന്ത് തെറ്റ് ചെയ്തു മോനെ? നിന്നെ വളർത്തിയതോ, നിന്നെ ആളാക്കിയതോ, നിന്നെ സംരക്ഷിച്ചതോ, ഹോട്ടലിൽ നിന്ന് മോനെ ഞാൻ ചിലുവാരിയതോ, നിനക്ക് വേണ്ടി ജീവിച്ചതോ മോനെ എന്നൊരു ബാപ്പ ചോദിക്കുന്നു. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നാട്ടുകാരോട് അബ്ദുൽ ജബ്ബാറിന്റെ ബാപ്പ വിലപിക്കുന്നു, ഫൈസലിന്റെ ബാപ്പ വിലപിക്കുന്നു, ഫയാസിന്റെ ബാപ്പ വിലപിക്കുന്നു, എത്രയെത്ര മനുഷ്യരുടെ മാതാപിതാക്കൾ വിലപിക്കുന്നു. ആ മക്കളെ അവർ ശപിച്ചിരിക്കുന്നു. ഇനി എനിക്ക് എന്റെ മോന്റെ മയ്യത്ത് കാണണ്ട, അവനെ കൊണ്ടുപോയി കബറടക്കിക്കോ, എന്റെ മോനെ എനിക്ക് കാണണ്ട. ഖത്തറിൽ വെച്ച് ആക്സിഡന്റിൽ മരിച്ച് 15 ദിവസം കഴിഞ്ഞ് ചീഞ്ഞു നാറിയ എന്റെ മോന്റെ മയ്യത്തിന്റെ മുഖം എനിക്കൊരു നോക്ക് കാണണമെന്ന് വാശി പിടിക്കുന്ന ഉമ്മ, എനിക്കൊരു നോക്ക് കാണണമെന്ന് വാശി പിടിക്കുന്ന വാപ്പ, തൊട്ടടുത്ത കാശ്മീരിൽ നിന്ന് മകന്റെ മയ്യത്ത് കാണണ്ട എന്ന് പറയാൻ മാത്രം മകനെ വെറുത്തുപോയി. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം, മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ് അള്ളാന്റെ ഇഷ്ടം. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا 17 അധ്യായം 23-24 വചനം. നിന്റെ ബാപ്പയും നിന്റെ ഉമ്മയും, റസൂലുള്ള പറയാണ്, പ്രായം ചെന്ന ബാപ്പയും ഉമ്മയും ഉള്ളപ്പോ വേറെ എവിടെയും പോണ്ട, ആയുധമേന്തണ്ട, AK-47 വേണ്ട. നിന്റെ ബാപ്പ നിന്റെ സ്വർഗമല്ലയോ? നിന്റെ ഉമ്മ നിന്റെ സ്വർഗമല്ലയോ? പ്രായം ചെന്ന ബാപ്പാനെ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ബാപ്പ നാട്ടിൽ വന്ന്, എന്റെ ബാപ്പ എനിക്ക് ഇമാമത്തായി നിസ്കരിക്കുമ്പോ 70 വയസ്സിലേക്ക് കടന്ന എന്റെ ബാപ്പാന്റെ കാലിലെ ചുളിവ് ഞാൻ ആദ്യമായി കണ്ടു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ ബാപ്പ ഈ ലോകത്തോട് വിട പറയുന്നത് സങ്കല്പിക്കാൻ പോലും എനിക്ക് സാധ്യമല്ല. എനിക്ക് പേരിട്ടത് എന്റെ പിതാവ്, എനിക്ക് ആദർശം പകർന്നതും എന്റെ പിതാവ്. ആ പിതാവ് ഏതൊരു പേരിട്ടോ ആ പേരിനോട് കൂറു പുലർത്താൻ അള്ളാഹു തെരഞ്ഞെടുത്തതും അള്ള ചെയ്ത അനുഗ്രഹം, അതല്ലാത്ത മറ്റൊന്നുമില്ല. റസൂലേ, ഞാൻ ഏറ്റവും കൂടുതൽ സാഹസിക്കേണ്ടത് ആരോടാണ്? ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്. ആ ഉമ്മ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വാർച്ച് എന്റെ മോന്റെ മയ്യത്തിങ്ങട്ട് കൊണ്ടുവരണ്ട. ഉമ്മ ശപിച്ചാൽ ആ ശാപമേൽക്കും. നിങ്ങൾക്കറിയാലോ, ഭക്തനായ ജുറൈജ്, ഇബാദത്തിന് പർണശാല കെട്ടിയ ജുറൈജ്, എത്ര ഇബാദത്ത് ചെയ്ത ജുറൈജ്, അള്ളാഹ്ക്ക് ജുറൈജിനെ എന്തോരം ഇഷ്ടമായിരുന്നു. തൊട്ടിലിൽ നിന്ന് സംസാരിച്ചത് കുട്ടി ജുറൈജിന് വേണ്ടിയല്ലേ, ഈസാ നബിക്ക് വേണ്ടിയല്ലേ? ആ ജുറൈജ് കേമനല്ലേ? എന്നിട്ടും മാതാവ് ശപിച്ചപ്പോ അള്ള സ്വീകരിച്ചില്ലേ? എങ്കിലും മാതാവിനെ മർദ്ദിച്ച NDF കാരാ, ഉമ്മയെ പറഞ്ഞു പറ്റിച്ച NDF കാരാ, ഉമ്മാക്ക് ഫോൺ ചെയ്യാത്ത NDF കാരാ, നിന്റെ പരലോകം എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. പർണശാല കെട്ടി ജുറൈജ് അവിടെ ഇബാദത്തിലാണ്. ഉമ്മ വന്നിട്ട് മോനെ ജുറൈജേ, മോനെ ജുറൈജേ, മോനെ ജുറൈജേ എന്ന് 3 വട്ടം വിളിച്ചു മടങ്ങിപ്പോയി. 3 തവണ വന്ന് മടങ്ങിപ്പോയി. വേശ്യയെ കണ്ടിട്ടല്ലാതെ മോനെ നീ മരിക്കരുത് എന്ന് ഏറ്റവും ഭക്തനായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു.
ഫർള് ഒഴിവാക്കിയില്ല, സുന്നത്ത് ഒഴിവാക്കിയില്ല. എല്ലാ തോന്നിയാസത്തൊന്നും മാറി നിന്നിട്ട് പോലും ആ മകന് ഉമ്മ ശപിച്ചപ്പത് ഏറ്റുവാങ്ങി. എങ്കിലും നിസ്കരിക്കാത്ത, കള്ളു കുടിക്കുന്ന, സക്കാത്ത് കൊടുക്കാത്ത, തഹജ്ജുദില്ലാത്ത, ഇബാദത്തില്ലാത്ത, മയക്കുമരുന്നടിക്കുന്ന, കഞ്ചാവടിക്കുന്ന മക്കളെ, നിങ്ങൾ ഏത് തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടാണ് നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടുന്നത്? തിൽക്കദ്ദാറുൽ ആഖിറതു നജാലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വലാകിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വചനം. എന്താ പഠിച്ചോ?